നമസ്കാരം. ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ ഈജിപ്തിനെതിരായ അർജന്റീനയുടെ 3-2 അവിശ്വസനീയ വിജയത്തിന് പിന്നാലെ കളം നിറഞ്ഞു നിന്നത് വലിയ റഫറിംഗ് വിവാദങ്ങളായിരുന്നു. തങ്ങൾക്കെതിരെ വലിയ അനീതി നടന്നുവെന്നും ഫിഫയും റഫറിമാരും ചേർന്ന് അർജന്റീനയെ ജയിപ്പിക്കുകയായിരുന്നുവെന്നും ഈജിപ്ഷ്യൻ കോച്ച് ഹൊസാം ഹസനും താരങ്ങളും ആരോപിക്കുമ്പോൾ ആ തീരുമാനങ്ങൾ നിയമപരമായി ശരിയായിരുന്നോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. എന്നാൽ ആ വിദഗ്ധർ ആ 3 തീരുമാനങ്ങളെ വിശകലനം ചെയ്യുന്നു. മത്സരത്തിന്റെ 62-ാം മിനിറ്റിൽ ഈജിപ്ഷ്യൻ താരൻ മൊസ്തഫ സിക്കോ അർജന്റീനയുടെ വല കുലുക്കി ടീമിന് 2-0 വൻ ലീഡ് സമ്മാനിച്ചതാണ്. എന്നാൽ ഗോളിന് വഴിയൊരുക്കിയ നീക്കത്തിൽ ഈജിപ്ഷ്യൻ പ്രതിരോധ താരം മർവാൻ അറ്റിയ അർജന്റീനയുടെ ലിസാൻഡ്രോ മാർട്ടിനസിനെ ഫൗൾ ചെയ്തുവെന്ന് വാർ കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് ഓൺ ഫീൽഡ് റിവ്യൂവിന് ശേഷം ഫ്രഞ്ച് റഫറി ഫ്രാൻസ്വ ലെറ്റസ്കിയർ ആ ഗോൾ റദ്ദാക്കി. വാർ വിദഗ്ധരുടെ വിലയിരുത്തൽ പ്രകാരം ഈ ഗോൾ റദ്ദാക്കിയ തീരുമാനം തികച്ചും കൃത്യമായിരുന്നു. അർജന്റീനയുടെ ബോക്സിന് സമീപം വെച്ച് ലിസാൻഡ്രോ മാർട്ടിനസിന്റെ ജേഴ്സിയിൽ പിടിച്ചു വലിക്കുകയും അതേസമയം തന്നെ താരത്തിന്റെ കാലിൽ ചവിട്ടുകയും ചെയ്ത ശേഷമാണ് അറ്റിയ പന്ത് തട്ടിയെടുത്ത് മുന്നേറിയത്. അറ്റിയയുടെ ഈ വ്യക്തമായ ഫൗളാണ് ഈജിപ്തിന് കൗണ്ടർ അറ്റാക്കിനും ഗോളിനും വഴിയൊരുക്കിയത്. മൈതാനത്ത് ഉയർന്ന പൊസിഷനിലാണ് ഈ സംഭവം നടന്നതെങ്കിലും അതേ പ്ലേ ഫേസിൽ തന്നെ ഗോൾ പിറന്നതിനാൽ വാർ ഇടപെടൽ അത്യന്താപേക്ഷിതമായിരുന്നു. ജേഴ്സി വലിച്ച് പിടിച്ച് കാലിൽ ചവിട്ടുന്നതിന്റെ ദൃശ്യങ്ങൾ TV സ്ക്രീനിൽ കണ്ട റഫറിക്ക് ആ ഗോൾ അനുവദിക്കാതിരിക്കാൻ വേറെ വഴികളുണ്ടായിരുന്നില്ല. അതിനാൽ ഈജിപ്തിന്റെ 2ാം ഗോൾ നിഷേധിച്ചത് നിയമപരമായി പൂർണ്ണമായും ശരിയാണ്. മത്സരത്തിന്റെ അവസാന മിനിറ്റുകളിൽ ഈജിപ്ത് അർജന്റീനയുടെ പെനാൽറ്റി ബോക്സിൽ വെച്ച് 2 പെനാൽറ്റി ക്ലെയിമുകൾ ഉന്നയിച്ചിരുന്നു. ഇതിലൊന്ന് അർജന്റീനയുടെ വിജയ ഗോളിന് തൊട്ട് മുമ്പുള്ള മുന്നേറ്റത്തിലായിരുന്നു. അർജന്റീന താരം അലക്സിസ് മാക്സ് അലിസ്റ്റർ ഈജിപ്തിന്റെ ഹംദി ഫത്തിയെ ബോക്സിനുള്ളിൽ തള്ളിയിട്ടെന്നായിരുന്നു ഒന്നാമത്തെ ആരോപണം. എന്നാൽ റഫറിയും വാറും ഇത് ഫൗളായി പരിഗണിച്ചില്ല. മാക് അലിസ്റ്റർ ഈജിപ്ഷ്യൻ താരത്തിന്റെ ജേഴ്സിയിൽ പിടിമുറുക്കി റിസ്ക് എടുത്തെങ്കിലും അത് വളരെ നിസ്സാരമായിരുന്നുവെന്ന് വിശകലനത്തിൽ പറയുന്നു. കളിക്കാരന്റെ സ്വാഭാവിക നീക്കത്തെയോ പന്ത് സ്വന്തമാക്കാനുള്ള കഴിവിനെയോ ബാധിക്കുന്ന രീതിയിലുള്ള ഗുരുതരമായ ഫൗളായി ഇതിനെ കണക്കാക്കാൻ കഴിയില്ല. അതിനാൽ ഇത് പെനാൽറ്റി അർഹിക്കുന്നില്ലെന്ന വാർ തീരുമാനം ശരിവെക്കാം. ഏറ്റവും കൂടുതൽ വിവാദമുണ്ടാക്കിയത് മത്സരത്തിന്റെ ഇഞ്ചുറി ടൈമിൽ മുഹമ്മദ് സലായെ അർജന്റീന താരം ജൂലിയൻ അൽവാരാസ് വീഴ്ത്തിയ സംഭവമാണ്. അർജന്റീന ബോക്സിലേക്ക് കുതിച്ചുയർന്ന സല പെനാൽറ്റിക്കായി അപ്പീൽ ചെയ്തെങ്കിലും റഫറി വിസിൽ അടിച്ചില്ല. ഇതിന് തൊട്ടു പിന്നാലെയാണ് അർജന്റീന കൗണ്ടർ അറ്റാക്കിലൂടെ വിജയ ഗോൾ നേടിയത്. സല വിഷയത്തിലും വാറിന്റെ ഭാഗത്ത് പിഴവുകളൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് ഡേവിസ് ചൂണ്ടിക്കാണിക്കുന്നു. ഇവിടെ അൽവാരാസിന്റെ ഭാഗത്തുനിന്ന് ബോധപൂർവമായ ഒരു ഫൗൾ ചലഞ്ച് ഉണ്ടായിരുന്നില്ല. മറിച്ച് 2 കളിക്കാരുടെയും ബൂട്ടുകൾ തമ്മിൽ തട്ടിയുണ്ടായ സ്വാഭാവിക സമ്പർക്കം മാത്രമായിരുന്നു അത്. പെനാൽറ്റി നേടിയെടുക്കാൻ സല സ്വയം നിലത്തു വീഴാൻ ശ്രമിക്കുകയായിരുന്നുവെന്ന് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ആദ്യ ഗോൾ റദ്ദാക്കിയ സംഭവവും സലായുടെ പെനാൽറ്റി അപ്പീലും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ആദ്യ സംഭവത്തിൽ താരം എതിരാളിയുടെ കാലിൽ വ്യക്തമായി ചവിട്ടുകയും ജേഴ്സി വലിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ സലായുടെ കാര്യത്തിൽ ഇരു കളിക്കാരുടെയും വേഗതയും ഗതിവേഗവും കാരണം ബൂട്ടുകൾ തമ്മിൽ തട്ടുക മാത്രമാണ് ചെയ്തത്. ചുരുക്കത്തിൽ തോൽവിക്ക് ശേഷം ഈജിപ്ഷ്യൻ ക്യാമ്പ് ഫിഫയ്ക്കും റഫറിമാർക്കും എതിരെ കടുത്ത പക്ഷപാത ആരോപണങ്ങൾ ഉയർത്തുന്നുണ്ടെങ്കിലും നിയമപുസ്തകം അനുസരിച്ച് റഫറി ലെറ്റസ്കിയറും വാർ റഫറി ജെറോം ബ്രിസാഡും എടുത്ത തീരുമാനങ്ങൾ തികച്ചും കൃത്യമായിരുന്നു. അർജന്റീനയ്ക്ക് ലഭിച്ചത് ഭാഗ്യത്തിന്റെ ആനുകൂല്യമല്ല, മറിച്ച് സാങ്കേതികമായി ശരിയായ തീരുമാനങ്ങളുടെ ആനുകൂല്യം മാത്രമാണ്.